ഇത് നാടനല്ലേ? നാടൻ പയറല്ലേ? നിങ്ങളെ പേരെന്താ പറഞ്ഞേ? സുധാകരൻ. കൃഷി തന്നെയാണല്ലേ? യുവ കർഷകരല്ലേ? നിങ്ങൾക്ക് അവാർഡ് കിട്ടില്ലേ? നിങ്ങൾ ഏത് പഞ്ചായത്താണ്? തിരുവാലി പഞ്ചായത്തിൽ യുവ കർഷകരിൽ അവാർഡ് അല്ലേ? അപ്പൊ യുവ കർഷകരിൽ അവാർഡ് 2 യുവ കർഷകർ കൂടിയല്ലേ സംരംഭമായത്? ഇത് നിങ്ങൾ തൃക്കലങ്കോട് പഞ്ചായത്ത്, നിങ്ങൾ തിരുവാലി പഞ്ചായത്ത്, മൂപ്പര് തൃക്കലങ്കോട് പഞ്ചായത്ത്. അങ്ങനെയാണ്. അപ്പൊ രണ്ടാൾക്കും അവാർഡ് കിട്ടി. 2 വെവ്വേറെ പഞ്ചായത്താണ്, 2ആൾക്കും അവാർഡ് കിട്ടി. യുവ കർഷകരായിട്ട്. ഓക്കെ, ഇതിലും വലുത് കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും. പൊതുവെ ഈ പ്രായത്തിലൊന്നും കാണില്ലേ കൃഷി, പയറിലേക്കും ഇങ്ങനെ പച്ചക്കറി കൃഷി മണ്ണിലേക്ക് ഇറങ്ങാൻ മടിയാണോ പൊതുവെ ആൾക്കാർക്ക്? ഈ ദിവസം ഒരു 10-20 മിനിറ്റ് മാറ്റി വെച്ചാലും മതി അല്ലേ? പക്ഷെ അതിനൊന്നും സമയമല്ല ആൾക്കാർക്ക്. വിത്ത് നിങ്ങൾ ഇത് നിർത്തിക്കാണ്ട് ഉണ്ടാക്കാതെ എങ്ങനെയാണ്? ചിലവർ പറയണ്ടേ ഹൈബ്രിഡ് വിത്ത് പറ്റൂല എന്നൊക്കെ പറയണ്ടേ? പറ്റൂലല്ലേ? അത് പിന്നെ കായ് കമ്മിക്കാരല്ലേ? നാടൻ പറ്റൂലേ? നാടൻ നമ്മളെ ഉണ്ടാക്കിയാണ്ട് ഇതാക്കല്ലേ? ഹൈബ്രിഡ് പറ്റൂലല്ലേ? കായ്ക്കൂലല്ലേ? മുളക്കും. പക്ഷെ കായ് എത്ര ഇത് കിട്ടൂല. ഒറ്റ ഒരു വിത്ത് മൊത്തം പറ്റുള്ളൂ. ഒന്നായിട്ട് കായ്ക്കൂലേ ഇത് ഹൈബ്രിഡ്? പക്ഷെ നാടൻ വേറെ വിഷയം. നാടൻ കായ്ച്ചു കാണും, ഇങ്ങനെ കായ്ച്ചുകൊണ്ടേയിരിക്കും. ഹൈബ്രിഡ് ഒറ്റ പറയും നമ്മൾ 2 പറ വെച്ചുമ്പോൾ ഏകദേശം കയ്യൂല് കഴിച്ചുകൊണ്ടിരിക്കും. നല്ലോണം വളമ വേണല്ലേ? അങ്ങനെ ഉണ്ടല്ലേ? നാടിന് അങ്ങനെ വേണ്ടല്ലേ? നാടൻ എത്ര വേണ്ടല്ലേ? ഇതൊക്കെ നാടനല്ലേ? നാടൻ പേരാലത്. ആ പൂ ഫ്ലവർ കാണുമ്പോ തന്നെ അറിയാം നാടനാണ്. മറ്റൊരു വേറൊരു അല്ലേ? ഇതൊരു നല്ലൊരു നീല അല്ലേ? നാടനല്ലേ? ഏത് കേടുകൾ അങ്ങനെ ഈ മിക്സ് ആക്കി അല്ലേ? അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലേ? മറ്റൊറ്റായിട്ട് ഇതിനാകുമ്പോൾ പേരാണ് എല്ലാത്തിനും വരും. ഇതാകുമ്പോ പല ഐറ്റാകുമ്പോ പല ഓരോ. പക്ഷെ ഈ നാടൻക്കോ ഹൈബ്രിഡിനോ കൂടുതൽ ഈ രോഗ പ്രതിരോധ ശേഷി ഇതിനാ? നാടനാ? വല്ല അസുഖങ്ങളില്ലല്ലോ ഇതിന്? ഹൈബ്രിഡിന് ഭയം വരില്ല ഈ ഉണക്കം അല്ലേ? ഹൈബ്രിഡിനോ? ഇതിനങ്ങനെ വേണ്ടല്ലേ? വളമീമാണല്ലേ? ഇതിനങ്ങനെ വല്ല വേണ്ട നാടനല്ലേ? പിടിച്ചു നിൽക്കൂലേ? ഭക്ഷണമൊക്കെ കൊണ്ടല്ലോ അതോ? ഇതില് നമ്മള് ഏകദേശം ഒരു മലന്റെ ഒരു മേലെയാട്ടത് ഈ കാണുന്നത്. ഈ മലന്റെ നെറുവിലപ്പോൾ ഒരു 2 യുവ കർഷകർ, 2 പഞ്ചായത്തിന്റെ യുവ കർഷകർ അവാർഡ് നേടിയ 2 കർഷകരാട്ടത്. ഇവർക്ക് എല്ലാവിധ കൃഷികളുണ്ട്. പയറുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ കാണിക്കാൻ കഴിയുന്നില്ല. പയർ എല്ലാവിധ കൃഷികളുണ്ട്. പയറ്, ചെരങ്ങ, കുമ്പളങ്ങ എല്ലാം. വാഴ ഉണ്ടല്ലേ? വാഴ ഉണ്ട്. ഒക്കെ നിങ്ങൾ 2 പൈസ തന്നെ ആണല്ലേ? തക്കാളി ഉണ്ടോ? തക്കാളി എങ്ങനെ? പേശായിനോ തന്നെ? കൊറേ എത്ര മരണ്ട്? അത് ഒരു ട്രൈ ഒന്നായിട്ട് വാങ്ങിയതാണ് ഞാൻ. ആ ഒരു ഡ്രൈ 30-45 അത് ഫുള്ള് ഓക്കെയാണ്. ആവശ്യം വീട്ടിൽ വരല്ലേ? നിങ്ങളെ വീട് ഇവിടെ തന്നെ? ഞാൻ വരണ്ട്. പ്രശ്നം തിരുവാലല്ല, വേറെ എല്ലായിടത്തും ഞാൻ വരണ്ട്. വീട്ടിലുണ്ടല്ലേ തക്കാളി കൃഷിയില്ലേ? കൈപ്പങ്ങണ്ട്. കൈപ്പങ്ങ നിങ്ങൾ സ്വന്തം തന്നെ? അത് പറിച്ചു കൊണ്ടിരിക്കണേ കുറേ ഉണ്ടോ? അപ്പൊ കൃഷി തന്നെ? കൃഷിയിലേക്ക് ആനന്ദം ഉണ്ടോ? എങ്ങനെ? ചെറുപ്പം മുതൽ അച്ഛന് കൃഷിന് അങ്ങനെ പഠിച്ചതാക്കിയാലോ? താല്പര്യമില്ല. അങ്ങനെ പോണു. ഒക്കെ ശരിയാട്ടെ. ഏതായാലും നമുക്ക് സപ്പോർട്ട് കൃഷി വന്നാൽ കിട്ടുമ്പോൾ ഇങ്ങനെ അവാർഡൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ് അല്ലേ? കൃഷി ഇനിയും ചെയ്യണം എന്നുള്ളത് അല്ലേ? ഇങ്ങനെ നല്ല നല്ല കർഷകർക്ക് നമ്മൾ അവാർഡ് കൊടുത്താൽ നല്ല തെരഞ്ഞെടുത്ത കർഷകരനെ ആയും ചെയ്ത് അങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്കൊരു ചെയ്യാനൊരു ഉണർവ് കിട്ടുള്ളൂ അല്ലേ? എന്നാൽ ശരി. ഓക്കെ. ഓക്കെ സാർ.